പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 40-ലധികം ഗ്രന്ഥകാരന്മാർ 1500 വർഷത്തിലധികം സമയം ചിലവിട്ട് പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതിയതാണ് കർത്താവിന്റെ തിരുവെഴുത്തുകൾ, ദൈവവചനം. അത് നമുക്ക് രക്ഷയാണ്, അത് സത്യ സന്മാർഗിക മാർഗമാണ്, പ്രതിസന്ധികളിൽ നമ്മുടെ ആശ്വാസമാണ്, നമ്മുടെ രക്ഷയുടെ ശിരസ്ത്രവും ആത്മാവിന്റെ വാളുമാണത്. തിരുവചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. മറുഭാഗത്ത് ഇതേ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു: ഇരുവാൾ തല മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് തിരുവചനമെന്ന്. മൂർച്ചയേറിയ ദൈവത്തിന്റെ വാളാകുന്ന ദൈവത്തിന്റെ വചനം നാം ഉൾക്കൊള്ളുവാനും അതിൽ വിശ്വസിക്കുവാനും ആശ്രയം കണ്ടെത്തുവാനും പരീക്ഷകനാകുന്ന പിശാചും സാത്താനും അവന്റെ സൈന്യവും ശക്തിയും നമ്മെ എതിരിടുവാൻ വരുമ്പോൾ ദൈവത്തിന്റെ ഈ വചനത്താൽ നാം അവനെ പ്രതിരോധിക്കുവാനിടയായിത്തീരുക. പരീക്ഷകനാകുന്ന പിശാച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരികിൽ വന്നപ്പോൾ അവന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളെ പ്രബോധിപ്പിച്ചപ്പോൾ, തിരുവെഴുത്തിനെ ഉപയോഗിച്ചപ്പോൾ അത് ആത്മാവിന്റെ വാളായി മാറുകയും സാത്താൻ യേശുവിനെ വിട്ട് മാറിപ്പോകുവാനിടയായിത്തീർന്നു. പ്രിയരെ, ഈ ദിവസങ്ങളിൽ ദൈവം തൻ്റെ വചനത്തിൻ്റെ അത്യന്ത ശക്തി നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പൈശാചികമാകുന്ന ചിന്തകളും പിശാചിൻ്റെ സ്വാധീനവും പൂർണ്ണമായി മാറിപ്പോകുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ ശക്തി ബലമാണ്, ധൈര്യമാണ്, ഉറപ്പാണ്, അത് മുന്നോട്ട് പോകാനുള്ള പ്രേരണയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് സംരക്ഷണമാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ പകൽ ധ്യാനിക്കുന്ന മനുഷ്യന് ഭാഗ്യം കൈവരുവാനിടയായിത്തീരും. ദൈവസന്നിധിയിൽ അവന് അനുഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കും. ദൈവവചനം പ്രതികൂലങ്ങൾ വന്നാലും ഉപദേശ പിശകുകൾ ആഞ്ഞടിച്ചാലും പലതരത്തിൽ നമ്മെ ആശയക്കുഴപ്പത്തിൽ ആഴ്ത്തുന്ന ആശയങ്ങളുമായി പലർ നമ്മെ സമീപിച്ചാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പിൽ നിൽക്കുന്നവൻ അതിനെയെല്ലാം അതിജീവിച്ച് ഉറപ്പോടെ ധൈര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാനിടയായിത്തീരും. ഈ ദിവസങ്ങളിൽ ഈ ദൈവശക്തി ഏറ്റെടുക്കുന്നതിനായി ദൈവവചനം കൂടുതലായി നിങ്ങൾ പഠിക്കുക, ധ്യാനിക്കുക, വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുക. ഈ തിരുവെഴുത്തിനെ വായിക്കുന്നവരും പഠിക്കുന്നതും പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. കാരണം ദൈവവചനം അനുഗ്രഹത്തിൻ്റെ വചനമാണ്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.